സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളും നോവൽസും ഒക്കെ ട്രെൻഡിങ് ആയ ഈ കാലത്ത് സൈക്കോളജി കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണവും കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്ലൈ ചെയ്യുന്ന ഭൂരിഭാഗം പേരും ഈ കോഴ്സ് എന്താണെന്നും ഇതിന്റെ പർപ്പസ് എന്താണെന്നും വലിയ ഐഡിയ ഇല്ലാതെ ആണ് എൻറോൾ ചെയ്യുന്നത്. 3+1 ഇയർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം ആണ് B.Sc ക്ലിനിക്കൽ സൈക്കോളജി. ത്രില്ലിംഗ് ആയ മൂവീസൊക്കെ കണ്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡിസപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടാവാം. മൈൻഡ് റീഡിംഗ് എബിലിറ്റി ഒക്കെ പ്രതീക്ഷിച്ചു വന്നവരുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ വിട്, എന്താണ് സൈക്കോളജി? ഒരു ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് നോക്കിയാൽ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ ബിഹേവിയറും ഹാബിറ്റ്സും ഒക്കെ ശ്രദ്ധിച്ച് അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ ഡിറ്റക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യൽ ആണ് ക്ലിനിക്കൽ സൈക്കോളജിയുടെ പർപ്പസ്. മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ഈ പാൻഡമിക് ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ ഗവൺമെന്റ് തന്നെ ആഡ്സ് ഒക്കെ ഇറക്കിയിരുന്നു. സ്ട്രെസ് ലെവൽസും ടെൻഷനും പാൻഡമിക് പോലെയുള്ള സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന മെന്റൽ ഇമ്പാക്റ്റും ഒക്കെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുകയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ മെന്റൽ സ്ട്രഗിൾസിൽ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെയാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഡ്യൂട്ടീസ്. എന്തുകൊണ്ട് ഒരാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ വിതൗട്ട് എനി ഡൗട്ട് കൺഫേം ആയി നിങ്ങൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. ഒരു മെഡിക്കൽ ഡോക്ടറെ പോലെ തന്നെ സൈക്കോളജിസ്റ്റും മോഡേൺ മെഡിസിന്റെ ഒരു പാർട്ടാണ്. സൈക്കോതെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ഡിഫറെന്റ് മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ്സ് സൈക്കോളജിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ചെറിയ കുട്ടികൾ വരെ ഡിപ്രഷനും ആങ്സൈറ്റിയും സഫർ ചെയ്യുന്ന ഈ കാലത്ത് സൈക്കോളജിസ്റ്റ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ.